പിന്നെ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന സമയങ്ങൾ വെറുതെ കളയരുത്. എത്രയും നമുക്ക് അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയത്തില്ല അവരുടെ മനസ്സിലൊരു വിഷമമുണ്ടെങ്കിൽ അതവർ മനസ്സിൽ കൊണ്ട് നടക്കും. കുഞ്ഞുങ്ങളോടായാലും അതവർ പറഞ്ഞ് വിഷമിപ്പിക്കത്തില്ല. എല്ലാ കാര്യവും ഓക്കെയാ, ഹാപ്പിയാ എന്നവരെ കാണിക്കും. അങ്ങനെ പല അച്ഛനമ്മമാരും ഉണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പരമാവധി അച്ഛനെയും അമ്മയും നമ്മൾ വിഷമിപ്പിക്കില്ല. അവരിനി കുറച്ച് കാലമൊക്കെ കാണത്തുള്ളല്ലോ ഭൂമിയിൽ. ആ ഉള്ള സമയം അവർക്ക് ഇച്ചിരി സന്തോഷവും സമാധാനവും അവരെ ഒന്ന് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുക. അതേ നമുക്ക് മക്കൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുക്കാതെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് അവരോട് കെറിയിച്ച് പിണങ്ങി നടക്കുന്നത് ഭയങ്കര സങ്കടമായ കാര്യമാണ്. അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കാണും, അതവർ പറയത്തില്ല. അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ പോരായ്മകൾ, അവരുടെ മനസ്സിലുണ്ടാകുന്ന പോരായ്മകളിൽ നിന്നുണ്ടാകുന്ന വിഷമം അവരൊരിക്കലും മക്കളെ ശപിക്കത്തില്ല, വിഷമിപ്പിക്കത്തില്ല, പരമാവധി. പിന്നെ കുറ്റം കണ്ടാൽ പറയുമായിരിക്കും, പറയാതിരിക്കുന്നതും തെറ്റാണല്ലോ. നമ്മൾ കുറ്റം കണ്ടാൽ പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെയാണ് മനസ്സിലാകുന്നത്? കുറ്റമായിപ്പോയി, അത് തെറ്റായിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ അവരത് തിരുത്തത്തുള്ളൂ. തിരുത്തി നമ്മുടെ മക്കൾ നല്ല വഴി ജീവിക്കുകയുള്ളൂ. എപ്പോഴും അച്ഛനമ്മമാരുടെ മക്കളുടെ നല്ല ജീവിതവും നല്ല ഭാവിയും നല്ല ബന്ധങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ പറയുന്നത്. അതിന് നമ്മൾ അവരോട് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അവരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചാൽ നമുക്കത് നാളെ ഒരു ശാപമായിട്ട് വരും. അങ്ങനെ ഒരു ശാപം നമ്മൾ എടുത്തു വയ്ക്കരുത്. ശാപം എടുത്തു വയ്ക്കരുതെന്ന് മാത്രമല്ല, നമ്മളവരെ വിഷമിപ്പിക്കില്ല. അവരിയ്ക്കുമ്പോൾ മാത്രമേ നമുക്കവരെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പറ്റുന്നതുപോലെ, നമ്മളിപ്പം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് പറ്റുന്നതുപോലെ അവരെ സന്തോഷിപ്പിക്കുക. ഒന്നും വേണ്ട, അവരോട് സ്നേഹമായിട്ടൊന്ന് മിണ്ടുകയും പറയുകയും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും അതൊരു സന്തോഷമല്ലേ. അവർക്ക് അതൊക്കെയല്ലേ ഉള്ളൂ പ്രായമായുമ്പോൾ ഒരു സന്തോഷം. പിന്നെ എന്ത് സന്തോഷമാണ് അവരുടെ ജീവിതത്തിലുള്ളത്? അവർ എപ്പോഴും കണ്ണിൽ എണ്ണ ഒഴിച്ചതുപോലെ നോക്കിയിരിക്കുക. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കളെല്ലാവരും ഒരുപോലെയേ ഉള്ളൂ. ഇനി 10 മക്കളുണ്ടായാലും അച്ഛനമ്മമാർക്ക് ഒരുപോലെയേ ഉള്ളൂ. പിന്നെ മക്കൾ പരസ്പരം പറയുമായിരിക്കും അവരോട് സ്നേഹം, ഇവരോട് സ്നേഹം. അത് വെറുതെയാണ്. ജീവിച്ചിരിക്കുമ്പം ഒരു കുഞ്ഞുങ്ങളും ഒരമ്മമാർക്കും അച്ഛന്മാർക്കും നഷ്ടപ്പെട്ട് നോക്കട്ടെ, അപ്പോഴേ അറിയത്തുള്ളൂ എത്ര മക്കളുണ്ടായാലും അവർക്കുണ്ടാകുന്ന ആ നഷ്ടം. അതും അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ ഞാനത് പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് അച്ഛനമ്മമാരെ പരമാവധി സന്തോഷിപ്പിക്കുക, അതാണ് വേണ്ടുന്നത്. ഒരിക്കലും അവരെ വിഷമിപ്പിക്കില്ല. പിന്നെ കൂടുന്ന പെണ്ണുങ്ങളെയും ഭാര്യമാരെയും എപ്പോഴും സ്നേഹമായിട്ട് കൊണ്ടു നടക്കണം. പിന്നെ നമുക്കുണ്ടാകുന്ന മക്കളെയും നമ്മളെക്കൊണ്ട് പറ്റുന്നതുപോലെ നല്ലതുപോലെ വളർത്തിയെടുക്കുക. അതൊക്കെ ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ വേറെ ചിന്തകളിലൂടെ പോയിട്ടൊരു കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോവുക. അതൊക്കെയല്ലേ വേണ്ടുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു.